ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടിയാണ്. വളരെ രുചികരമായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം വലിയ ബീട്രൂട്ടിൽ ഒരു 2 ബീട്രൂട്ട് എടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ തോരനൊക്കെ ഗ്രേറ്റ് ചെയ്തില്ലേ, ആ ഒരു ഗ്രേറ്ററിലിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു രീതിക്ക് ബീട്രൂട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ ഈ കിച്ചടി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടാനും പാകത്തിന് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർക്കുകയാണ്. കാരണം ഈ കംപ്ലീറ്റ് വെള്ളവും നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ പേരിൽ ഒരുപാട് വെള്ളം ചേർക്കരുത്. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിനി തേങ്ങാക്കൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സിയുടെ ഒരു ചെറിയ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. അത് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടി. നമ്മളെപ്പോഴും കിച്ചടിക്ക് ഒരല്പം കടുക് ചേർക്കാറുണ്ട്. ഇനി വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് ഇങ്ങനെ വേകാൻ വെച്ചിട്ട് ഒരല്പസമയമായിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ അതിൽ കംപ്ലീറ്റ് വെള്ളവും വന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ ബീട്രൂട്ടും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് നമ്മുടെ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഞാനിതൊന്ന് തിളപ്പിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ തേങ്ങയിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കാരണം നമ്മൾ മൺചട്ടിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മൺചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ഈ ചൂടിൽ നമ്മൾ തൈര് ചേർക്കരുത്. ഒരല്പം ചൂടൊന്ന് കുറഞ്ഞിട്ട് മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട്. അത് ഒന്നുകിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ഈ കട്ട എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമ്മൾ ആ കട്ട നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കരുത്. എങ്കിൽ പിന്നെ നമ്മുടെ തൈര് നല്ലതുപോലെ ലൂസായി പോകും. നമ്മുടെ തൈര് അങ്ങനെ ലൂസാക്കി എടുക്കരുത്. നല്ല കട്ടി തൈര് തന്നെ നമുക്ക് ഇതിനായിട്ട് വേണം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട്, അതായത് നമ്മുടെ ചായ അരിപ്പയൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ വെള്ളം കംപ്ലീറ്റ് ഒക്കെ പോയിട്ട് നല്ല കട്ടിയായിട്ടുള്ള കുറുകിയ തൈര് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. കൂടുതൽ സമയത്ത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബീട്രൂട്ടിന് ആ ഒരു തിളയ്ക്കുന്ന ചൂട് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇപ്പോഴും അത്യാവശ്യം ചൂടുണ്ട്. ഇതിലേക്ക് തന്നെ നമ്മുടെ തൈര് ചേർക്കാം. തൈരും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇത്രയും കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാകാനായിട്ട്. നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തൈരെല്ലാം നമ്മുടെ ബീട്രൂട്ടിലേക്ക് ചേരുന്നത് പോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് താളിച്ചും കൂടി ചേർക്കാനുണ്ട്. താളിച്ച് ചേർക്കാനായിട്ട് ഒരു കുഞ്ഞ് ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ താളിച്ചത് നേരെ തന്നെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയിലേക്ക് ചേർക്കാവുന്നതാണ്. താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് നല്ല സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിനും സദ്യയ്ക്കും അതുപോലെ തന്നെ ഊണിനൊപ്പമൊക്കെ ഇതുപോലൊരു ബീട്രൂട്ട് കിച്ചടി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ.
എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.